കണക്കൂട്ടലാണ് ജീവിതം. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ വിട്ട് കുത്തിരിക്കുന്നതായിരുന്നു. ഞാനല്ല, സോറി, ഇവനല്ല, ഹോംവർക്കിന് വരുന്നുണ്ടാവും. നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണിലുണ്ട് സരീഷിനെ വിളിക്ക്. സിമ്മു ചതിച്ചു. സബി മറ്റേ വയറുവേദന കാരണം വീട്ടിലിരിക്കുന്നുണ്ട്. അറിയാൻ പാടെ കാണണം, എന്തായാലും അറിയാമ്പോഴേക്ക് എത്തും. ഓക്കെ. മാറി. സിമ്മില്ല. സിമ്മു നിന്റെ നാട്ടിലല്ല, നീ വിളിക്കണം. നീ അവിടെ പോയി ഇത്തിരി സമയം. അപ്പൊ നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം അല്ലേ? ഇന്നലത്തെ വീഡിയോക്ക് ഞാൻ പോലും വിചാരിച്ചിട്ടാ 99 വ്യൂസ് കിട്ടി. ഞാൻ 99, ഒരാളും കൂടെ 100 ഔട്ടി. ഹോപ്പ് മടുത്തു, നിർത്തുന്നേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതാ ഫുഡ് കേൾക്കാനായിട്ട് കയറിയാണ്. ആരും ഇല്ലല്ലോ ഇവിടെ. ഇതിന് ലോക്കാക്കണം, മറ്റേ ലോക്കാക്കണം വിചാരിച്ചു. സരീഷിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സരീഷ് വാറയുടെ പോയിട്ട് വന്നു, ഇവിടത്തേക്ക് വരണേലോ. അപ്പം ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. വഴിയില്ലല്ലോ. ചങ്ങായി നിന്നോട് ഇവിടെ കിനാരെന്നാ പറഞ്ഞു, അല്ലാണ്ട് എയിലോട് എന്നല്ല പറഞ്ഞു. അത് സത്യം പറയട്ടെ, ഡൽഹിനോട് പറയാൻ പറ്റിയാണ്. അപ്പോൾ നമ്മളിത് ഫുഡിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഡൽഹിയിൽ വെജിലേക്ക് മാറിയിരിക്കുന്നു. സരീഷ് അൽഫാമോയിൽ മാറ്റിയിട്ട് അപ്പം മുട്ടയിലേക്ക് മാറി. എനിക്ക് മാത്രം പ്ലേറ്റിലും നമുക്ക് പ്ലേറ്റില്ല. അവരിന്റെ ഇപ്പത്തലും വെജ് കുറുമ എത്തിയിട്ടുണ്ട്. വെജ് കറിയിൽ അങ്ങനെ നീ കഴിക്കുന്നത്. സരീഷും അപ്പം മുട്ടയാന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ അപ്പം മുട്ട അത്യാവശ്യം നൈസാണ്. വേറെ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ കപ്പ ഒന്നിനാ. പിന്നെ എന്തിനു നീ കഴിക്കാൻ വന്ന് നീ വീട്ടിലിരുന്നാ പോരെ? ആരുമില്ലാത്ത റോട്ടിൽ കയറിയിട്ടത്. ഇതാ ലോറി വരുന്ന ഒന്നും കാണുന്നില്ല അല്ലേ? ഇത് ടാസ്കാണ്. അപ്പുറത്തേക്ക് കയറല് ഒടു മൊത്തത്തിൽ പണി തീർന്ന് ഇങ്ങനെ ഒഴുക്കി പോവാം. സുഖം. പുഴയില് ഇങ്ങനെ ഒഴുകാൻ പറ്റുവാ? കാറെടുത്ത് ഒഴുകാൻ പറ്റില്ലല്ലോ. ഇത്ര വേഗം നമ്മ ഏടിലെത്തുമല്ലേ? മംഗലം വരെയുള്ള ടപ്പേന്ന് പോയിട്ട് വരാം. പക്ഷെ മംഗലം പോകേണ്ട ആവശ്യം എനിക്കില്ല. ബീഫ് അങ്ങനെ ചിക്കൻ അങ്ങനെ ഇറക്കാനാക്കിയായിരിക്കും. ശേഷം വീട്ടിൽ വന്നിൽ പൊറോട്ടയും ചില്ലിയും ഫുഡ് അടി എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തുനിന്നൊരു ഫുഡ് അടി കഴിഞ്ഞു, വീട്ടിൽ നിന്നൊരു ഫുഡ് അടി കഴിഞ്ഞു. അതിന് ശേഷം ഒരു ലൈം സമാധാനം.